എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡിൽ നിങ്ങളെ ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടകിലാണ് ഈ റിസോർട്ട്. കുടക് എന്ന് കേട്ടിട്ടില്ലെങ്കിൽ കൂടി കൂർഗ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയും. പലരും കരുതുന്നത് കൂർഗ് ഒരു സ്ഥലമാണെന്നായിരിക്കും, നമ്മുടെ മൂന്നാറൊക്കെ പോലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ. പക്ഷേ കൂർഗ് ഒരു ജില്ലയാണ്, കർണാടകത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ജില്ല. നമ്മുടെ വയനാടൊക്കെ പോലെ കർണാടകത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജില്ല. അപ്പോൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൂർഗിലെ പോളിബെട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. യാതൊരു വിധത്തിലുള്ള തിരക്കുകളുമില്ലാത്ത കാപ്പിത്തോട്ടങ്ങളാൽ നിറഞ്ഞ ശാന്തമായൊരു സ്ഥലം. ഇവിടെയാണ് നമ്മൾ പറയുന്ന റിസോർട്ട്. അപ്പോൾ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് കിടക്കാം. ഒരു വലിയ മലയുടെ ഏറ്റവും മുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.25 കിലോമീറ്ററോളം കുത്തനെയുള്ളൊരു റോഡിലൂടെ യാത്ര ചെയ്താണ് നമ്മൾ ഈ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തുന്നത്. സ്വന്തം വാഹനത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അല്പസ്വല്പം ഹിൽ ഡ്രൈവിംഗ് വശമുള്ളത് നല്ലതായിരിക്കും. ഈ റിസോർട്ടല്ലാതെ ഇതിൻ്റെ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വേറെ യാതൊരു തരത്തിലുള്ള കെട്ടിടവും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ്. റിസോർട്ടിൻ്റെ പേര് കൂർഗ് ക്ലിഫ് റിസോർട്ട്സ്. ഒരു അടിപൊളി ചുക്ക് കാപ്പിയാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചെക്ക് ഇൻ ഫോർമാലിറ്റീസിനൊന്നും അധികം സമയമെടുത്തില്ല. പെട്ടെന്ന് തന്നെ റിസോർട്ടിൻ്റെ ആൾക്കാർ നമ്മളെ റൂമിലേക്ക് നയിച്ചു. ഏകദേശം 300 ഏക്കറോളം വരുന്ന ഒരു വലിയ കാപ്പിത്തോട്ടത്തിനുള്ളിലാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് റിസോർട്ടിലെ സൗകര്യങ്ങൾ ഒന്നൊന്നായി ചുറ്റി കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. സാമാന്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് വളരെ സൗകര്യമായിട്ട് താമസിക്കാൻ പറ്റും. റൂമിനോട് ചേർന്നൊരു വലിയ ബാൽക്കണി ഉണ്ട്. അവിടെ ഒരു 3-4 കസേരയൊക്കെ ഇട്ട് നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഈ താഴ്വരയുടെയാണ്. വൈകുന്നേര സമയമാണെങ്കിൽ ഈ അസ്തമയ സൂര്യൻ ഈ താഴ്വരയിൽ മുങ്ങിത്താഴുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ട് ഹൈ ടീ സെർവ് ചെയ്യുന്നുണ്ട്. 4:30 മുതൽ 5:30 വരെയാണ് ഇവിടെ ഹൈ ടീ സെർവ് ചെയ്യുന്നത്. ഒരു 1.5 ഹൈ ടീ ആണ് കേട്ടോ. അതിനകത്ത് ചൂട് പഴംപൊരി, വട, ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പലതരത്തിലുള്ള ബിസ്ക്കറ്റുകളുണ്ട്, കേക്കുകളുണ്ട്. അങ്ങനെ നമുക്ക് നല്ല കുശാലായിട്ട് കഴിക്കാവുന്ന തരത്തിലുള്ളൊരു ഹൈ ടീ ആണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഫാമിലീസോ അതല്ലെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്കുമായിട്ടൊരു ഇൻഫിനിറ്റി പൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മുകളിൽ ആകാശത്തെ കണ്ടുകൊണ്ട് സൈഡിൽ താഴ്വരയൊക്കെ കണ്ടുകൊണ്ട് സുഖമായിട്ട് ഇവിടെ നീന്താം. ഇനി നീന്തൽ പോലെയുള്ള മേലനങ്ങിയുള്ള പരിപാടികളൊന്നും താല്പര്യമില്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു കക്ഷി ഒരു വയലിൻ പോലുള്ള ഒരു ചെറിയ സാധനം വായിക്കുന്നുണ്ട്. വിവിധ ഭാഷകളിലുള്ള നല്ല നല്ല പാട്ടുകൾ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഇതിൽ വായിക്കുന്നത്. കക്ഷി ഒരു മാന്ത്രികനും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല മന്ത്രജാല വിദ്യകളെ കാണിച്ച് കുട്ടികളെ കയ്യിലെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. വേറൊരു വശത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ പാക്കേജിൽ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നിനും വേറെ അഡീഷണൽ ആയിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം 7 മണിക്ക് വരെ ക്യാമ്പ് ഫയറും DJയും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കിതിൽ പങ്കുചേരാം. ഈ ക്യാമ്പ് ഫയറിൻ്റെ കൂടെ തന്നെ പലതരത്തിലുള്ള ഗെയിമുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഫാമിലീസിനും എല്ലാം പങ്കെടുക്കാവുന്ന പലതരത്തിലുള്ള ഗെയിമുകളും ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് മാനേജേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ആൾക്കൂട്ടവും പാട്ടും ഡാൻസും ഒന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇൻഡോർ ഗെയിംസും ഉണ്ട്. ചെസ്സ്, ക്യാരംസ്, ടേബിൾ ടെന്നീസ്, ടേബിൾ ഫുട്ബോൾ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഡോർ ഗെയിംസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആട്ടവും പാട്ടും കളികളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി പേർക്കൊക്കെ നല്ല വിശക്കാൻ തുടങ്ങും. അപ്പോൾ ആ വിശപ്പ് കറ്റാനായിട്ട് ഇവരുടെ ഒരു വലിയ ഫുഡ് കോർട്ടുണ്ട്. ഏകദേശം ഒരു 100-150 200ഓളം പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാവുന്ന ഒരു വലിയ വിശാലമായ ഒരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടെ ചാട്ട് ഐറ്റംസ് ഉണ്ട്. 2-3 ലൈവ് കൗണ്ടറുകളുണ്ട്. പിന്നെ വെജിറ്റേറിയനായിട്ടും നോൺ വെജിറ്റേറിയനായിട്ടും നല്ല വെറൈറ്റി ഭക്ഷണങ്ങളാണ്. ഒരുപാട് ഐറ്റംസ് ഉള്ള സ്പ്രെഡാണ്. പിന്നെ ഒരുപാട് സ്വീറ്റ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിൻ്റെ സർവീസും അതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വളരെ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ആണ്. അങ്ങനെ കുശാലായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൂർഗിലത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് വേണമെങ്കിലും മൂടിപ്പോതിച്ച് രാവിലെ ഒരു 8-8:30 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല അല്പം പ്രകൃതി സ്നേഹവും വ്യായാമത്തോടുള്ള താല്പര്യവുമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവരൊരു പ്ലാന്റേഷൻ വാക്ക് നടത്തുന്നുണ്ട്. ദിവസവും രാവിലെ 7:30 മണിക്കും വൈകുന്നേരം 5:30 മണിക്കുമാണ് ഈ പ്ലാന്റേഷൻ വാക്ക് നടത്തുന്നത്. അവരുടെ സ്റ്റാഫ് നിങ്ങളുടെ കൂടെ വരും. ഏകദേശം 3-3.5 കിലോമീറ്ററോളം കാപ്പിത്തോട്ടത്തിലൂടെ നടന്ന് അവിടെ കാപ്പി കൃഷിയും മറ്റുള്ള കൃഷികളുമൊക്കെ വിസ്തരിച്ച് കാണിച്ചുകൊണ്ട് അവരെ നമ്മളെ ഗൈഡ് ചെയ്യും.
Everyone likes coffee. Yes, sir. So just we can tell randomly which is the Arabic and which is the Robusta coffee. Sir. This plantation, this plant we call as the Arabica coffee, and this one is the Robusta coffee. കൂർഗിലെ പ്രഭാതത്തിൻ്റെ കുളിരും വനത്തിൻ്റെ ഗന്ധവുമൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു പ്ലാന്റേഷൻ വാക്കാണത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരൊരിക്കലും ഈ പ്ലാന്റേഷൻ വാക്ക് മിസ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. പ്ലാന്റേഷൻ വാക്കിൻ്റെ അവസാനം ചെന്നെത്തിയത് ഒരു പ്രകൃതി മനോഹരമായ ഒരു ലൊക്കേഷനിലാണ്. ഒരു പള്ളിയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സിനിമ ഷൂട്ടിംഗ് സൈറ്റിൻ്റെ പോലുള്ളൊരു ലൊക്കേഷനായിരുന്നു. അടിപൊളി. ഇതുവരെ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം കൂടാതെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്ലാങ്ക് വാക്ക്, സിപ്പ് ലൈൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ റിസോർട്ടിനകത്ത് തന്നെയുണ്ട് കേട്ടോ. പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി വല്ല മീറ്റിങ്ങോ കോൺഫറൻസോ മറ്റോ നടത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയൊരു കോൺഫറൻസ് ഹാളുണ്ട്. ഒരു 200-250 പേർക്കോളം ഇവിടെ ഇരിക്കാമെന്ന് തോന്നുന്നു. അത്ര വലിയൊരു കോൺഫറൻസ് ഹാളാണ്. 77ഓളം മുറികൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ അവരുടെ മീറ്റിങ്ങും മറ്റും ഓർഗനൈസ് ചെയ്യാനും ഈ റിസോർട്ട് വളരെ സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ കൂർഗിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കൂർഗ് ക്ലിഫ് റിസോർട്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവം നൽകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുകൂടാതെ ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.